സംഘപരിവാറിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളയാൾ വി ശിവൻകുട്ടിയാണ്. അദ്ദേഹം ഭരിക്കുന്ന ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് വിദ്യാഭ്യാസ വകുപ്പിന് മാത്രം തീരുമാനമല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് 1500 കോടി രൂപ ഇതുവഴി കിട്ടും എന്ന് മാത്രമല്ല, PM ശ്രീയുമായിട്ടൊരു ധാരണയിൽ പോയാൽ കിട്ടാനുള്ള മറ്റു പല ഫണ്ടുകളുടെയും അലോക്കേഷൻ വേഗത്തിലാകുമെന്നൊക്കെ സർക്കാർ വിചാരിക്കുന്നുണ്ടെന്നും തോന്നുന്നു. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പ് വർഷം ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജിനെ കുറിച്ച് സർക്കാർ കാണുന്നില്ലേ? അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഗവൺമെന്റ് വിചാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ LDF വിചാരിക്കുന്നുണ്ടാവുക, CPM? അത് CPM-ന് ചില നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, ഈ പൈസ, ഈ 1466 കോടി രൂപ അത് പലതരത്തിൽ, ഇപ്പോൾ ഇതുമായി PM ശ്രീയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല 1466 കോടി രൂപ എന്ന് പറയുന്നത്, പല പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പല പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് 1466 കോടി രൂപ കിട്ടേണ്ടത്. അത് നമ്മൾ എന്തിനാണ് വേണ്ട എന്ന് വെക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് വരട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ്. അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജിനെ കുറിച്ച് വിശദമായ ചർച്ചകളിലേക്ക് പിന്നീട് കടക്കേണ്ടതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നത് നിഷാദ്, ഇത് CPIയുടെ ഒരു എതിർപ്പ്, മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയുടെ എതിർപ്പിനെ CPM എങ്ങനെ കാണുന്നു, CPM അതിനെ മുഖവിലേക്ക് എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം